എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. I got nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature. I've been feeling weird, I can't seem to. ഞാൻ ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് യോയോയും ഡയബോളും ആണ് ഏറ്റവും ഇഷ്ടം. Let's be really real, anxiety can foggy all this stuff. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്കറിയുന്ന കുറച്ച് സ്കിൽസാണ്. ഇനി ഞാൻ ഈ ഡൈസിനെ അങ്ങനെ എടുത്ത് ഈ ബോട്ടിലിൻ്റെ മേലെ നിർത്താൻ പോവാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഡയബോളോ ആണ്. ചെയ്യാൻ പോണത് യോയോ ആണ്. ഈ യോയോന് 2 വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് റെസ്പോൺസീവ് ആണ്, പിന്നെ അൺറെസ്പോൺസീവ് ആണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് റെസ്പോൺസീവ് ആണ്. ഈ റെസ്പോൺസീവ് കഴിഞ്ഞിട്ട് ഞാൻ അൺറെസ്പോൺസീവ് ആണ് കാണിച്ചു തരാൻ പോണത്. റെസ്പോൺസീവ് വെച്ചാൽ അടിയിൽ പോയി സ്പിൻ ചെയ്യും, ജസ്റ്റ് ഒന്ന് ടഗ് ചെയ്താൽ അത് തിരിച്ച് കയ്യിലേക്ക് വീണ്ടും വരും. ഇതിൽ കുറേ വെറൈറ്റി ട്രിക്സുകളുണ്ട്. ചെയ്യാൻ പോകുന്നത് അൺറെസ്പോൺസീവ് ആണ്. ആദ്യം റെസ്പോൺസീവ് ആണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് അത് തിരിച്ചു വരും. പക്ഷെ ഇത് മേലേക്ക് പൊക്കിയാലും തിരിച്ചു വരില്ല. അതിന് ഈ ബൈൻഡ് പറഞ്ഞിട്ടുള്ളൊരു ട്രിക്ക് പെർഫോം ചെയ്താലാണ് കയ്യിലേക്ക് തിരിച്ചു വരുള്ളൂ. ഇതിന് ഈ ബൈൻഡിന് കുറേ രീതിയിലുള്ള ട്രിക്സ് ഉണ്ട്. ഇപ്പോൾ സൈഡിലേക്കാണ് അത് ആദ്യം ത്രോ ചെയ്തെങ്കിൽ നമ്മൾ ഈ സ്ട്രിങ്ങിൻ്റെ അടിഭാഗത്തുനിന്ന് ബൈൻഡ് ചെയ്യണം. ഇങ്ങനെ കുറേ ബൈൻഡിങ് ട്രിക്സ് ഉണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിലുള്ള കുറേ വെറൈറ്റി ട്രിക്സുകളാണ്. ഇനി ഞാൻ ഒറ്റക്കാലിൽ നിൽക്കാൻ പോവുകയാണ്. എനിക്ക് ചക്രാസനം ചെയ്തതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയത്. പിന്നെ ചക്രാസനം 1 മിനിറ്റിൽ 35 ചെയ്തതിനാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ അവാർഡ് കിട്ടിയത്. സൈറ്റ് സെറ്റപ്പ് ചെയ്തതിന് എനിക്ക് 2 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട്. ഞാൻ ആദ്യം 100 വട്ടം സൈറ്റ് സെറ്റപ്പ് 1 മിനിറ്റിൽ ചെയ്തിട്ട് അതിന് 125 ഞാൻ ബ്രേക്ക് ചെയ്തിരുന്നു. പിന്നെ മാക്സിമം ഡ്യൂറേഷൻ ഓഫ് ലെഗ് സ്പ്ലിറ്റിനാണ് എനിക്ക് പിന്നെയുള്ള 4ാമത്തെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. 45 മിനിറ്റ്സാണ് ഞാൻ ഇരുന്നിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ബോൾ ജഗ്ലിങ് ചെയ്യുമ്പോൾ ഞാൻ വെറും നിലത്ത് നിന്നിട്ടായിരുന്നു ബോൾ ജഗ്ൽ ചെയ്തത്. പിന്നെ ഞാനൊരു ബോളുടെ മേലെ നിന്നിട്ട് ജഗ്ൽ ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ പുതിയതായിട്ട് ഞാനൊരു ബോളുടെ മേലെ പലക വെച്ച് അതിൻ്റെ മേലെ നിന്ന് ബോൾ ജഗ്ൽ ചെയ്യാൻ പഠിച്ചു. ജഗ്ലിങ്ങും എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കാരണം ഞാൻ ചെറുപ്പത്ത് ഒരു കാർട്ടൂൺ കണ്ടിട്ടായിരുന്നു എനിക്ക് സ്കേറ്റിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ സ്കേറ്റിംഗ് എന്നായിരുന്നു ഞാൻ അങ്ങനെ ഓരോ പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് സ്കേറ്റിംഗ് വാങ്ങുമ്പോൾ എനിക്ക് 3 വയസ്സായിരുന്നു. അങ്ങനെ ഞാൻ പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ വരാൻ തുടങ്ങിയത്. ഞാൻ കുറേ വെറൈറ്റി റുബിക്സ് ക്യൂബുകൾ സോൾവ് ചെയ്യുന്നുണ്ട്. 2x2, 3x3, 4x4, 7x7, മെഗാമിക്സ്, പിരമിക്സ്, ഗോസ്റ്റ് ക്യൂബ്, വിൻഡ്മിൽ, അങ്ങനെ കുറേ തരം റുബിക്സ് ക്യൂബൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ ആഗ്രഹം ഒരു പൈലറ്റ് ആവാനാണ്. ഞാൻ അതിനുള്ള ഗ്രൗണ്ട് ക്ലാസ് ഇപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റയാൻ എയർ തൃശ്ശൂരിൽ സമ്മർ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് എൻ്റെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.